പനിക്കും ജലദോഷത്തിനൊക്കെ പൊതുവേ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കാറുണ്ട്. ഇതിന് മാത്രമല്ല കേട്ടോ, ഒരുപാട് കിച്ചൺ ടിപ്പുകൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പരിചരണം ഒന്നുമില്ലാതെ ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് വെച്ചാൽ മതി, നല്ല പോലെ വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ പനിക്കൂർക്കയുടെ ഇല. അപ്പോൾ നമുക്കിന്ന് പനിക്കൂർക്ക വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിടിലൻ ടിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഓരോ ടിപ്പുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ഓരോ ടിപ്പുകളായിട്ട് കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ പനിക്കൂർക്ക. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ കാണിക്കുന്നത്. ഞങ്ങൾ കൊല്ലംകാർ ഇതിനെ പനിക്കൂർക്ക എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നമ്മളിതിൽ നിന്ന് കുറച്ച് ഇലകൾ അടർത്തിയെടുത്തിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഒട്ടും തന്നെ പൊടികളോ പ്രാണികളോ ഇല്ലാന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ജലാംശമൊക്കെ പോകത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പനിക്കൂർക്കയിലയിൽ നിറച്ചും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. മൈക്രോവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി, കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇടയ്ക്കിത് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത്, അതായത് നമ്മൾ ഈ ഇല കയ്യിലെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുമ്പം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത ഓറിഗാനോ പൗഡറാണ്. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ നമ്മൾ പിസ്സയും പാസ്തയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. കടയിൽ നിന്ന് നമുക്ക് ഓർഗാനോ പൗഡർ വാങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല കാശൊക്കെ കൊടുക്കണം. ഇത് നമ്മൾ 5 പൈസ ചിലവില്ലാണ്ട് വീട്ടിൽ തന്നെ ഓർഗാനിക് ആയിട്ടാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അടുത്ത ടിപ്പ് നമ്മുടെ പനിക്കൂർക്കയുടെ ഇളം തണ്ടുണ്ടല്ലോ, അതിതുപോലെ ഇലയൊക്കെ മാറ്റിയിട്ട് തണ്ട് മാത്രമായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഒടിച്ചെടുത്തിട്ട് സ്ഥിരമായിട്ട് പാറ്റയും പല്ലിയൊക്കെ കാണുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് വെച്ച് നോക്കും. ഒരു 2 ദിവസത്തിനുള്ളിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം മാറിക്കിട്ടും കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് പാറ്റയ്ക്കും പല്ലിക്കും ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റാക്കാഷ്ടമൊക്കെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഷെൽഫിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പോയിസണസ് ഒന്നുമില്ല, നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ജീവികളെ ഓടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്കൊരു സ്മെല്ലുണ്ടാവാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ നോൺ വെജൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് മാറാനായിട്ട് തൊടിയിലൊക്കെ ഇതുപോലെ പനിക്കൂർക്കയുടെ ഇലയുണ്ടെങ്കിൽ ഒന്നെടുത്തിട്ട് നല്ല പോലെ കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചാൽ മതി. നല്ല ആ ഒരു പനിക്കൂർക്കയുടെ മണം ഉണ്ടാകും നമ്മുടെ കയ്യിൽ. പെട്ടെന്നൊക്കെ നമ്മൾ നോൺ വെജൊക്കെ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകണം, അപ്പോൾ ഒരു നോൺ വെജിൻ്റെ സ്മെല്ലൊക്കെ നമുക്കുള്ള ശരീരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയാണ്. അടുത്ത ടിപ്പ്, നമ്മളൊരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത പനിക്കൂർക്കയുടെ ഇല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2-3 തുളസിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ആറ്റിയെടുത്തിട്ട് നമുക്ക് കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ തൊണ്ടയടപ്പ് അല്ലെങ്കിൽ പനി ജലദോഷമൊക്കെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വാട്ടർ ബോട്ടിൽ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കൊടുത്തു വിടുവാണെങ്കിൽ അടിക്കടിക്കുണ്ടാകുന്ന ആ ഒരു ജലദോഷം പനി തൊണ്ടയടപ്പൊക്കെ മാറിക്കിട്ടും. തണുപ്പ് കാലമായാലും മിക്ക കുട്ടികൾക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കടപ്പ് അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ രാവിലെ ഇതുപോലൊരു പനിക്കൂർക്കയുടെ ഇല നല്ല പോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഞെരടി മണപ്പിച്ച് നോക്കും. നമ്മുടെ മൂക്കടപ്പ് എവിടെ പോയെന്ന് അറിയത്തില്ല കേട്ടോ. മിക്ക ദിവസങ്ങളിൽ രാവിലെ മോളിങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു പനിക്കൂർക്കയുടെ ഇല എടുത്ത് കൊടുക്കാറുണ്ട്. നല്ലൊരു എഫക്റ്റാണ് കേട്ടോ അത് ചെയ്ത് കഴിയുമ്പം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. കുറച്ച് പനിക്കൂർക്കയുടെ ഇല ഇതുപോലെ ഒരു പപ്പടം കുത്തി അല്ലെങ്കിൽ ഒരു പച്ച ഈർക്കിലായാലും മതി കേട്ടോ. അതിൽ ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിന് മുകളിൽ കാണിച്ചിട്ട് ഈ ഇല നല്ലതുപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഈ ഒരു ടിപ്പ് നമ്മൾ പണ്ട് കാലം മുതൽ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ അടുപ്പിന് മുകളിൽ വെച്ച് നല്ലപോലെ വാട്ടിയെടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് നമ്മൾ എടുക്കുന്നുണ്ട്. പ്രസവിച്ചിട്ട് അധിക ദിവസമാവാത്ത ഉച്ചയുറയ്ക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പനി അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ പനിക്കൂർക്കയുടെ ഇല ഒന്ന് വാട്ടി അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ഉച്ചയിൽ ഇറ്റിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ അതല്ല ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ വാട്ടി കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് പിഴിഞ്ഞ് നീരെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നീര് കിട്ടിയിട്ടുണ്ട്. അതേ അളവിന് തന്നെ നമുക്ക് തേനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല നാച്ചുറൽ ആയിട്ടുള്ള തേൻ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്.
എൻ്റെ കയ്യിൽ നാച്ചുറലായിട്ടുള്ള തേൻ ഇല്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിയ തേനാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു കപ്പ് സിറപ്പാണ് കേട്ടോ. ദിവസം 3 നേരം വെച്ച് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ ചുമ എവിടെ പോയെന്ന് അറിയത്തില്ല. ചുമ മാത്രമല്ല, തൊണ്ടയ്ക്കുണ്ടാകുന്ന ആ ഒരു വേദന, ഇറിറ്റേഷനൊക്കെ മാറിക്കിട്ടാനായിട്ട് അടിപൊളിയാണ്. 5 വയസ്സ് വരെയുള്ളൊരു കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ പനിക്കൂർക്കയുടെ നീരും തേനും മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മുകളിലേക്കുള്ളവർക്കാണെങ്കിൽ ഇപ്പം പ്രായമായവർ അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു കപ്പ് സിറപ്പാണ്. ഈ ഒരു തണുപ്പ് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. അടുത്തത് തണുപ്പ് സമയമായാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും. ചില സമയത്ത് നമുക്ക് തുപ്പലിറക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപ്പ് വെള്ളം എടുത്തിട്ട് ഗാർഗിൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ പനിക്കൂർക്കയുടെ ഇലയും കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഗാർഗിൾ ചെയ്ത് നോക്കൂ. നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ആ തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതയൊക്കെ മാറിക്കിട്ടും. കോവിഡൊക്കെ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം തൊണ്ടയിൽ ഇങ്ങനെ കഫമൊക്കെ കെട്ടി നിൽക്കുന്നത് പോലൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നൊരു ഹോം റെമഡിയാണ്. എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അകാല നര, മുടി കൊഴിച്ചിൽ, മുടി പൊട്ടൽ അല്ലെങ്കിൽ താരൻ്റെ ശല്യം ഒക്കെ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ കുറച്ച് പനിക്കൂർക്കയുടെ ഇല ഒന്ന് വാട്ടിയെടുത്ത് അതിൻ്റെ നീര് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. പനിക്കൂർക്കയുടെ ഇല നമ്മുടെ മുടി സംരക്ഷണത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ്. പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹെയർ ഡൈയുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ഡൈ. ഇപ്പം നമ്മൾ വാട്ടിയെടുത്ത ഇല നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലാണോ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കോട്ടൺ തുണിയെടുത്ത് അതിൽ മുക്കി നമ്മുടെ സ്കാലപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ, അകാല നരയൊക്കെ മാറിക്കിട്ടും. 1-2 ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മാസമൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പനിക്കൂർക്കയുടെ ഇല വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളൊക്കെയാണ് കാണിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും കൂടി മറക്കില്ലല്ലോ. അപ്പം വീണ്ടും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുകളുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.